Be there, man. One more fella come, we go. I got no time to come for you only. Sit down. വരി. ഹലോ. സാറിന്റെ കാര്യമാണ് ഞങ്ങളൊന്ന് പറഞ്ഞത്. ഒരു VCRന്റെ സാധനമുണ്ട്. ഹിറ്റാച്ചി ഉണ്ടോ? ഡ്യൂട്ടി പേപ്പർ ഉള്ളതോ ഇല്ലാത്തതോ? രണ്ടും ഉണ്ട്. പിന്നെ അറിയണ്ടായോ അത് ഇത്രയും കാശ് കൊടുത്ത് വാങ്ങിക്കുമ്പോ? അതെ, നാഷണൽ ഉണ്ടോ? എന്റെ ചേട്ടത്തി നാഷണൽ ഉണ്ട്, സോണി ഉണ്ട്, സാനിയോ ഉണ്ട്, നിക്കറ്റാഷ ഉണ്ട്, ഹിറ്റാച്ചി ഉണ്ട്, തോഷിബ ഉണ്ട്, സകല സൂത്രങ്ങളും ഉണ്ട്. പേപ്പർ ഉള്ളത് വേണേ അങ്ങനെ, ഇല്ലാത്ത വേണേ അങ്ങനെ. അല്ല, ഞങ്ങള് പാർട്ടിയുമായിട്ട് നേരിട്ട് കണ്ടപ്പോ ഒന്ന് സ്ഥലം വിട്. ഇവിടെ പാർട്ടി ഏജന്റ് ഒന്നുമില്ല. ഒന്നാമത് ഈ കട ചാല കമ്പോളത്തിൽ പോയെന്ന് വില പേശുന്നത് പോലെ അണ്ണാക്ക് വയ്ക്കാവുന്ന ഒരു സ്ഥലമില്ല. എപ്പോഴും ചുറ്റും കണ്ണുള്ളതാ. ഇവിടെ വന്ന് നിന്നോണ്ട് ഇറ്റാച്ചി ഉണ്ടോ നിക്കിറ്റാഷ ഉണ്ടോ എന്നൊക്കെ വിളിച്ചു കൂവിയാലേ ബാക്കിയുള്ളവരുടെ പഴപ്പാ. ചെല്ല്. അതില്ലെന്നേ, ഇയാളിതെന്തോന്ന്? അല്ല, നിങ്ങൾ സാധനം എടുക്കാൻ വന്നതാണോ? ആണെന്നേ. ഏതാ? നാഷണലിന്റെ പേപ്പർ വേണ്ട. വേണ്ട. പക്ഷേ വിലയുടെ കാര്യം നമ്മൾ പറഞ്ഞത് ഇന്ന് ഞാൻ അവിടെ വെച്ചാ പറഞ്ഞതാ ഇവിടെ വന്ന് വില പേശരുതെന്ന്. ഇവിടെ അത് ഇഷ്ടമല്ല. അപ്പൊ ഓക്കെ, ഞങ്ങളുടെ കമ്മീഷൻ 500. ചേട്ടാ അത് പറഞ്ഞില്ലയോ? പറഞ്ഞു കൊടുക്കാം. ഇതു സായിപ്പ് ഒരു നിക്കോണിന്റെ ലെൻസ് വിൽക്കാൻ കൊണ്ടുവന്നിരിക്കുക. 1500 രൂപ കൊടുക്കും. അതൊന്നുകൂടെ ഒന്ന് ഉറപ്പിച്ചിട്ട് അവനെയും കൂടെ ഇവരോടൊപ്പം വിളിച്ചോണ്ട് വീട്ടിലോട്ട് വരെ. 1500 പോരെന്ന് പറഞ്ഞ് വാശി പിടിച്ചാലോ? തൂക്കിയെടുത്ത് ആ കടലിലേക്ക് ഒരൊറ്റ വീശ്. ഹലോ കാന്തി, നീ ഇതിന്റെ കൂടെ പോരെ. വല്ലാത്തൊരു സ്ഥലം തന്നെ എന്റെ ഈശോയെ, കേട്ടിട്ടേ ഉള്ളൂ. ഞാനെന്നാ കടലോട്ടിരിക്കട്ടെ. വാ. ഇരിക്കേ. You come. $1,500. Okay. ഗാന്ധി, ബെസ്റ്റ് സെറ്റാ. കിട്ടാൻ പാടാ ഈ സിസ്റ്റം. ലേറ്റസ്റ്റ്. അത് പറഞ്ഞാ മനസ്സിലാവണ്ടേ? എടുത്തേക്കട്ടെ. 18. എന്തേലും കേടുണ്ടെങ്കിലോ? ഇവിടെ കൊണ്ടുവന്നാ മതി, ഒരു കേടും കാണില്ല. ഓ, നിങ്ങളുടെയൊക്കെ പറച്ചില്ലല്ലയോ? എന്നേലും ഞാൻ എടുത്തോളാം. വേണ്ട, അവനത് വണ്ടി കൊണ്ടുവച്ചേരും. ഓ, എന്തിനാ? ഇത് എനിക്ക് എടുക്കാനുള്ളതല്ലേ ഉള്ളൂ. അപ്പൊ ഞങ്ങളുടെ മതി. ഇനിയെല്ലാം പുറത്ത്. പുറത്തോട്ട് വേണ്ട. അങ്ങനെ ആക്കിയിട്ട് പോകാന്ന്. ചേടാ, തരാമെന്ന് പറഞ്ഞാ തരില്ലേ? ഞങ്ങൾ എന്താ ഓടിപ്പോകാനോ മറ്റോ തുടങ്ങുന്നു? എന്നൊന്നും ഇവിടെ ആരും പറഞ്ഞില്ല. നിങ്ങൾക്ക് ആ സാധനം ഞങ്ങളുടെ കയ്യിലോട്ട് തരാൻ ഒരു വിശ്വാസക്കുറവ് പോലെ കണ്ടു. ഹരി,
What, man? Eh? Why are you here? No, see. I came to see you. Go. What? Those fellows, Huh? they'll ask me commission. I don't pay them commission. It's straight between you and me. Go. Straight deal. No commission. Go, man. Go, man. തൂക്കി മാറ്റടേ ഇയാളെ. ഗോ അന്ന് ഇവന്മാര് വന്നു തുടങ്ങുന്ന ആ കലവ എരച്ചുള്ള ഒരു വരവായിരുന്നില്ലയോ അത്? അന്ന് കോവളമായിട്ടില്ല, ആയി വരുന്നതേ ഉള്ളൂ. അല്ലണ്ണ അപ്പൊ ഈ ആസ്ട്രേലിയക്കാരി ആ അതെ, അവള് പറ്റിച്ച പണി. കണ്ണാശുപത്രിയിലെ എബ്രാം തോമസ് ഡോക്ടർ ഇല്ലായിരുന്നെങ്കിൽ എന്റെ ഈ കണ്ണ് രണ്ടും അന്ന് പോവേണ്ടതാ. ഒരു എബ്രഹാം തോമസ് ഡോക്ടറും ഉണ്ട്. അയ്യോ, എബ്രാം അത് തോമസ് കളാ, ഡോക്ടർ. ഇത് പറ ഈ എവിടെ വെച്ചിരുന്ന ദോ അവിടെ ലൈറ്റ് ഹൗസിന്റെ അപ്പുറത്തെ മടയുടെ താഴെ. അതോ ചന്നം പിന്നം ചാട്ടില്. പെണ്ണിനാണേൽ വട്ട്. പക്ഷേ പെണ്ണ് സ്വയം അത് പിന്നെ ഓസ്ട്രേലിയ ഇനമല്ലേ. പക്ഷെ വട്ട്. അല്ല വട്ടെന്ന് പറഞ്ഞ എന്ന് പറഞ്ഞ നല്ല ചില്ല് മാതിരി തെരവ നെറ്റുന്ന പാറപ്പുറത്തെ അവള് പെരുമാറുള്ളൂ. തെര വന്ന് അടിച്ചോണ്ടിരിക്കണം. ആദ്യം കുറച്ചേരുമൊക്കെ ഞാൻ പറഞ്ഞ് വിലക്ക് നോക്കി, എവിടേക്കാ. പിന്നെ എപ്പോഴാന്ന് അറിഞ്ഞൂടാ അവള് തന്ന എന്തോ സാധനം വലിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പൊ എനിക്കും തെരയിലിറങ്ങണമെന്നായി. പിന്നെന്താ, വെളുക്കുന്നത് വരെ തെരെ തന്നെ വേണം. സംഗതി എല്ലാം ചോറയിൽ ചോറായിരുന്നു. നേരം വെളുത്ത് ഉറങ്ങി ഉണരുമ്പോ അവളും ഇല്ല, അഥവാ ഉണ്ടോന്ന് നോക്കാൻ എനിക്ക് കണ്ണുമില്ല. Keeping my bike here, and I'll be back after a couple of weeks. Okay? Okay, have a nice time. ഏത് നാട്ടുകാരിയാണോ ഏതെനത്തിൽപ്പെട്ടതാണോ നമ്മളെ ഈ പരുവത്തിലാക്കി. ഹലോ, നൈസ് ഗേൾസ് സർ, കേരള ഗേൾസ് സർ. 12, 13, സ്വീറ്റ് 17, നൈസ് ഗേൾസ്. You man, I thought. You got huts to stay? Yes. You got? What is that? We mean no rooms. Cottage like. Yes. Cottage. Huts. ITDC, KTDC. Kudile, Kadappuram. Everything ready. Cheap. Even cheap rooms. No much money. No rupee. പിന്നെ എന്തിനാ രോഹിനെയും കിട്ടിയെടുത്തോണ്ട് ഇങ്ങോട്ട് വന്ന? See, you want only cheap cottage? Yeah. Only cottage. No room. 25 rupees day. 25 too much. I pay 20. Okay, 20. But 20 room only. No bathroom. No bathroom? No attached. You bath see. Okay, let's go and see. Come. നീ ഒന്ന് പുറത്തു പോയാൽ തിരിച്ചു വരുന്നവരെ ഇവിടെ ഉള്ളവർക്ക് ആദ്യ എന്തിന്? ഈ പൊടിയുടെ ബിസിനസ് കാരണം. കിണിക്കണ്ട, ഇത് പോലീസ് പിടിച്ചാൽ പുറത്ത് കാണിക്കില്ലെന്നാ. മറ്റേതായിരുന്നപ്പോ പിന്നെ ഒരു സമാധാനം ഉണ്ടായിരുന്നു. ചേച്ചി ഇതെന്താ ഒന്നും അറിഞ്ഞുകൂടാത്ത പോലെ? ഒരു പൊതി കഞ്ചാവ് വിറ്റാൽ എന്തോ കിട്ടും? പോലീസിന്റെ കണ്ണും വിട്ട് ചിരുട്ട വിളക്ക് കടന്ന പ്രോഫിറ്റ് 2 അല്ലേ 3 രൂപ. ഇതാണേ ബ്രൗൺ ഷുഗറിന്റെ ഒറ്റ കച്ചവടം ഒത്തു വീണാ കിട്ടുന്ന 500 ചിലപ്പോൾ 1000 രൂപ. പറഞ്ഞോണ്ടാ മതി. അയ്യോ ചേച്ചി, കോവളത്തിൽ ഇപ്പൊ ആർക്കും ഗ്രാസിന്റെ ബിസിനസ് ഇല്ല. എല്ലാരും പൊടിയിലോട്ട് മാറി. എന്താ ഈ പിള്ളേർ നിന്റെ കയ്യിൽ നിന്ന് മേടിക്കും. ഈ ചേച്ചി എന്നെ കുപ്പിച്ചിലെടുത്ത് കുത്തി. ഞാനൊന്നും ചെയ്തില്ല. ഈ ചെറുക്കനെ ഗ്ലാസ് പൊട്ടിച്ചേ.
അയ്യോ അവസാനിച്ചു നയപ്പന്നെ നീ തുടങ്ങും. രണ്ട് പെമ്പിള്ളേരെ കാര്യം അന്വേഷിക്കേണ്ട ചെറുക്കനാ. നീയും കൂടി ഇങ്ങനെ തുടങ്ങിയ അമ്മച്ചി പേടി കൊണ്ട് പറയുന്നതാ. നിനക്കിതല്ലാതെ വേറെ എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്തുകൂടെ ചെറുക്ക? ഞാൻ ഈ ബിസിനസ് ചെയ്തില്ലെങ്കിലേ ചേച്ചി ഇന്ന് കോവളത്തെ മെറ്റൽ പൊട്ടിക്കാൻ പോകും. അതെനിക്ക് കാണാൻ വയ്യ. ഇവിടെ ഇന്നിപ്പോ എന്നെ പോലെ ഒരുത്തന് കിട്ടാൻ ഇതേ ഉള്ളൂ ചേച്ചി പണി. അല്ലേ പിന്നെ നടക്കണം. നൈസ് ഗേൾസ്, കേരള ഗേൾസ്. ഇന്നലെ കുട്ടിയുടെ ഒരു സ്വകാര്യം പറയട്ടെ. പറയട്ടെ, ഇനി വാ. എന്തുവാ ഇത്? എന്റെ ആശാനെ വല്ല സായിപ്പന്മാരും കണ്ട പടം എടുത്തോണ്ട് പോവും. നിങ്ങൾ അറിയത്തില്ല. ആ പോട്ടെ വണ്ടി. അല്ലെന്റെ അങ്കിളെ, ആ എന്നെ അന്വേഷിച്ചു എന്ന് പറഞ്ഞു. ആര് പറഞ്ഞു? ആരോ പറഞ്ഞു. ഇല്ലല്ലോ. ഇല്ലേ? ഇല്ല. എന്നാലൊന്ന് അന്വേഷിക്കണ്ട അങ്കിളെ. കാര്യമായ തുക കിട്ടുന്ന പണി വല്ലതും തന്നില്ലെങ്കിൽ ചുറ്റിപ്പോവും. അന്വേഷിച്ചില്ലെങ്കിലും ഞാൻ നാളെ കാന്തിയെ ഒന്ന് കാണണം എന്ന് വിചാരിച്ചിരിക്കായിരുന്നു. നാളെ വർക്കല വരെ ഒന്ന് പോവാം. പിന്നെന്താ? അഡ്രസ്സ് തരാം. അവിടെ ഒരു ലതാ നിവാസിൽ സദാനന്ദം മുതലാളി അങ്ങേരുടെ മരുമോനൊരു വീഡിയോ ക്യാമറ കൊണ്ടുവന്നിട്ടുണ്ട്. കാശ് കൊടുത്താൽ അതിങ്ങ് എടുത്തോണ്ട് വരണം. വെളുപ്പിനെ വിട്ടേക്കട്ടെ. ആ വിട്ടോ. നമ്മുടെ വണ്ടി എടുത്തോണ്ട് പോയിക്കോ. 11:49 എടുത്തോ. വേണ്ട, ആ മുച്ചുണ്ടൻ ഡ്രൈവ് ചെയ്യുന്ന വണ്ടി ഞാൻ കയറത്തില്ല. ശരി, എങ്കിൽ ഈ മുച്ചുണ്ടന്റെ കയ്യിൽ നിന്ന് നീ കാറിന്റെ കീ വാങ്ങിച്ചോണ്ട് പോയിക്കോ. കഴിഞ്ഞില്ലേ? താങ്ക് യു. സാധനം വണ്ടി കയറ്റുന്നതിന് മുമ്പായിട്ട് അവിടുന്ന് കമ്മീഷൻ വാങ്ങിച്ചോണം. എന്ത് വാങ്ങിക്കണം? 1000 വാങ്ങിച്ചോ. അയ്യോ, രാത്രിയിൽ ഞങ്ങളിവിടെ ആ കാണത്തില്ല. കാണും. ഞാൻ വന്ന് അഡ്രസ് വാങ്ങിച്ചോളാം. ആ ആരുടെ അഡ്രസ്? ലതാ നിവാസിൽ സദാനന്ദം മുതലാളിയുടെ. എന്താ കോളെന്നറിയാവോ? രാവിലെ 11 മണിക്ക് മിസ്റ്റർ കാന്തി തിരിച്ചു കോവളത്തിൽ ലാൻഡ് ചെയ്യുന്നു. ആൻ എമൗണ്ട് ഓഫ് ₹1000 എന്തിനാ പോണത്? ആ അതൊന്നും പറയത്തില്ല, അതൊക്കെ ട്രേഡ് സീക്രട്ടാ. ഓ സീക്രട്ട്. ഇവിടെ ആർക്കും അറിയാത്ത പോലെ. ഇങ്ങേരുടെ ആയതുകൊണ്ട് ബ്രൗൺ ഷുഗറും കഞ്ചാവും ഒന്നും അല്ലെന്ന് വിചാരിക്കാം. ഏയ്, പുള്ളിക്ക് അതിന്റെ ഒന്നും ഇടപാടില്ല. പുള്ളിയുടെ ബിസിനസ് എല്ലാം ഫോറിൻ കറൻസി, ഫോറിൻ ഗുഡ്സ്. എന്ത് കാശാ ഉണ്ടാക്കിയിരിക്കുന്ന അറിയാവോ? ടൂറിസ്റ്റ് ടാക്സി 3 കോവളത്ത് ഓടുന്നത്. ആ പള്ളിയുടെ അപ്പുറത്ത് ഹോട്ടൽ പണിയുന്നത് ഇങ്ങേർക്കാണോ? ആണോ? ആ ആരോ പറഞ്ഞു. എന്തിനാ ഇങ്ങനെ കാശ് കൂട്ടി വെക്കുന്നേ? ഭാര്യയും പിള്ളേരും പോലും ഇല്ല കൊടുക്കാൻ. ഈ അണ്ണൻ്റെത് ഒരു വല്ലാത്ത കഥയാ. ആദ്യം കോവളത്ത് വന്ന് വെട്ട ബാച്ചിലുള്ളതാ. ഒരു 70-75 ഹിപ്പികളുടെ കാലത്ത് വന്നാന്നാ പറയുന്നത്. ഏതായാലും കയ്യും വീശി വന്നവനാ. എവിടുന്ന്? തങ്കശ്ശേരിയാന്നും പറയുന്നുണ്ട്, ഫോർട്ട് കൊച്ചിയാന്നും പറയുന്നുണ്ട്, കണ്ണൂരിൽ നിന്നാന്നും പറയുന്നവരുണ്ട്. ചോദിച്ചാ അങ്ങനെ ഇതെല്ലാം ആണെന്ന് പറയും. ഇവിടെ എന്തിന് രണ്ടും കൂടെ? ഞാൻ നിന്നെ നോക്കി നടക്കായിരുന്നു. ഞാൻ പോണം. എന്തരെ നീ പോണ? കോട്ടെ വില്ലച്ചിക്ക. ആ എനിക്ക് പോയി. ആണുങ്ങൾ തമ്മിൽ ഗൗരവമുള്ള കാര്യങ്ങൾ സംസാരിക്കണത് പെണ്ണുങ്ങൾക്ക് എന്ത് കാര്യം? എന്തൊരു കുല്ലാച്ചി ഗൗരവമുള്ള കാര്യങ്ങള്. നിങ്ങൾക്ക് വേറെ ഒരു നേരം കണ്ടില്ലേ വന്ന് ഇടിച്ച് കയറാൻ? അണ്ണാ കോപിക്കല്ലണ്ണാ, ഇതൊരു കുടുംബം പിഴയ്ക്കേണ്ട കാര്യമാ. ആ പറയും. കോപിക്കൂലല്ലോ? ഇല്ല പറയും. ആ പൊടിയേല് ഒരു കവറ് എനിക്കും കൂടെ കൊടുണ്ണ. കാശ് നാളെ കഴിഞ്ഞു തരാം. ഓ താനും തുടങ്ങുന്നു. എടോ തല പോണ കളിയാ. തനിക്ക് കെട്ടിയോളും പിള്ളേരും ഒക്കെ ഉള്ളതാ. എല്ലാം അറിയാം, ജീവിക്കണമല്ലോ. വെള്ളത്തൊലിയുള്ള ഏതിനെ കണ്ടാലും പൗഡർ ഉണ്ടോയെന്ന ചോദ്യമേ ഉള്ളൂ എന്ന് വന്നാൽ ഒരു കവർ തന്നു നോക്കെൻ്റെ മക്ക. അടുപ്പി തീ പുകയാൻ വേണ്ടിയിട്ടാ. ദേ സൂക്ഷിച്ചും കരുതിയൊക്കെ വേണം ഇതിന്റെ ബിസിനസ്. മറ്റേതുപോലെ അല്ല, അറിയാമല്ലോ. അറിയാം. കിടന്ന് വിളിക്കാണ്ടിരിക്കെ. നിങ്ങളൊന്നും ഇങ്ങോട്ടൊന്നും ഇതിനെന്ന് പിടിക്കണുണ്ടോ? കുടിക്കണ്ടെങ്കിൽ കുടിക്കണ്ട, അവിടെ കിടന്ന് മോങ്ങ്. നിങ്ങൾ ഇതെന്തോന്ന്? കുറെ കാപ്പിപ്പൊടിയും ഭസ്മവും മഞ്ഞപ്പൊടിയും കൊണ്ട് കാലത്തെ മുതൽ ഇരിക്കാൻ തുടങ്ങിയതാ. ഇതെന്തോന്നിന്റെ അസുഖം? അരിയസിന്റെ നിനക്കൊന്നും മനസ്സിലാവില്ലടി കഴുതേ. ലക്ഷം വന്ന് മറിയുമ്പോഴായിരിക്കും നിന്റെ കണ്ണ് തള്ളി പുറത്തു വരണത്.